കെ.സി. വേണുഗോപാലിനായി ഡൽഹി കേരള ഹൗസിന് മുന്നിൽ കൂറ്റൻ ബാനർ. യൂത്ത് കോൺഗ്രസിന്റെ പേരിലാണ് ബാനർ ഉയർന്നത്. ശരത് ലാൽ ചേരുകയാണ് അവിടെ നിന്ന്. ശരത്ത്, ഈ ഡൽഹിയിലും ഇത്തരത്തിലുള്ള ഈ ബാനർ ഫ്ലക്സ് യുദ്ധം തുടരുകയാണ്. എന്തായാലും കെ.സിക്ക് വേണ്ടിയാണ് ഇത്തവണ അവിടെ ബാനർ ഉയർന്നിരിക്കുന്നത്. രുചിഷ അത് തന്നെയാണ് കെ.സി. വേണുഗോപാലിന് വേണ്ടിയിട്ടുള്ള ഒരു വൻ കൂറ്റൻ പോസ്റ്ററുകളുടെ പ്രളയം തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കെ.സിക്ക് വേണ്ടിയിട്ട് ഈ കേരള ഹൗസിന് മാത്രമല്ല യൂത്ത് കോൺഗ്രസ് ഓഫീസിന് മുമ്പിലും ഒക്കെ തന്നെ ഇത്തരമൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡിൽ നോർത്ത് ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കളും അല്ലെ നോർത്ത് ഇന്ത്യയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ കെ.സി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കണം അല്ലെങ്കിൽ എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജാണ് ഇവിടെ കൊടുക്കുന്നത്. അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് നമുക്ക് ഈ കൂറ്റൻ ബാനറുകളൊക്കെ കാണുന്നത് കേരളത്തിന് തൊട്ടു മുന്നിൽ തന്നെ. ഏതായാലും ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ബാനറുകളെ സംബന്ധിച്ചോളം അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കേരള ഹൗസിന്റെ മുമ്പിൽ മാത്രമല്ല യൂത്ത് കോൺഗ്രസ് ഓഫീസ് 24 അക്ബർ റോഡിന്റെ ഭാഗങ്ങളിലൊക്കെ കേരളം വിജയിച്ചു, വിജയനായകനെ നയിച്ചവൻ തന്നെ നായകൻ എന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അത്തരത്തിൽ വെച്ചിട്ടുണ്ട്. കേരള ഹൗസിന് മാത്രമാണ് മലയാളത്തിലുള്ള പോസ്റ്റർ ഉള്ളത്. ഏതായാലും രുചീഷ്, ഇത് കെ.സിക്ക് വേണ്ടി കേരള കോൺഗ്രസ് ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് വേണം പറയാൻ. ഏതായാലും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് എന്ന് രാഹുൽ ഗാന്ധിയും ഖാർഗെയുമാണ്, അല്ലെ സോണിയാഗാന്ധിയുമാണ്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് ഇത്തരം ഒരു പോസ്റ്ററുകൾക്ക് പ്രസക്തി ഏറുന്നത്. കാരണം കേരളത്തിലെ നയിച്ചതും അല്ലെ കേരള തെരഞ്ഞെടുപ്പ് നയിച്ചതും കേരള തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് വേണ്ടി പ്രയത്നിച്ചതും കെ.സി. വേണുഗോപാലാണെന്ന് ഒരു പ്രതീതിയാണ് ഈ പോസ്റ്ററുകളിലൂടെ ഡൽഹിയിൽ നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആ തരത്തിലുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്.